മൂക്കുത്തി കണ്ടുപിടിച്ച് എനിക്ക് തരുന്നത് അവരുടെ കഴുത്തിൽ ഈ തങ്കമാല ഞാൻ സമ്മാനമായി അണിയിക്കും. ആർക്കെങ്കിലും ഒരാൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചെങ്കിലും ആ ഒരു ഭാഗ്യം എനിക്ക് തന്നെ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അമ്മ സമ്മാനമായി തരാന്ന് പറഞ്ഞ മാലയേക്കാൾ ഇത് ഞാൻ എന്റെ ഈ കൈകൊണ്ട് അമ്മയ്ക്ക് കൊടുക്കുമ്പോ അമ്മയുടെ കണ്ണിൽ തെളിയുന്ന സന്തോഷം മതി എന്റെ ഈ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ. എന്തോ നേടിയ പോലുള്ള വലിയ സന്തോഷമാണല്ലോ നിന്റെ മുഖത്ത് കാണുന്നേ. ആ അമ്മയുടെ കാരുണ്യം കൊണ്ടാ ഈ മൂക്കുത്തി എന്റെ കയ്യിൽ കിട്ടിയത്. അമ്മ അവിടെ ഒരുപാട് വിഷമിച്ചിരിക്കായിരിക്കുമല്ലേ? ഇത് കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞ ഒരുപാട് സന്തോഷമായി കാണും. എനിക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിച്ച അതും കൂടി ഇവക്കാണല്ലോ കിട്ടിയത്. ഇനിയിപ്പൊ വീട്ടിൽ ഇത് മതിയാവും. വാ ചേച്ചി പോകാം. നിക്ക്, ഈ മൂക്കുത്തി ഞാൻ കൊണ്ടുവന്നോളാം. നീ ചെല്ല്. അതെന്താ? ആദ്യം നീ പോയി ലാവണ്യക്ക് കിട്ടിയിട്ടുണ്ട് അത് കൊണ്ടുവരുന്നുണ്ടെന്ന് പറ. എനിക്ക് വേണ്ടി എല്ലാവരും അവിടെ കാത്തിരിക്കും. അത് ഭയങ്കര ത്രില്ലിംഗ് ആയിരിക്കും. എന്താ ഒന്നും മനസ്സിലാവാത്ത പോലെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നെ? എനിക്ക് കിട്ടിയത് നിങ്ങൾക്ക് കിട്ടിയതാണെന്ന് പറയുന്നത് എന്തിനാ? നിന്നേക്കാ മുമ്പ് ഞാൻ കണ്ടതാ. ഞാനത് എടുക്കാൻ വന്നപ്പോഴേക്കും നീ അങ്ങ് എടുത്തില്ലേ? സോ ഞാൻ നോക്കുമ്പോ ഇതെനിക്ക് കിട്ടിയ പോലെ തന്നെയാ. പറഞ്ഞത് ചെയ്യ്, ചെല്ല്. അതല്ലെന്നേ. നോക്ക്, ഞാൻ ആ വീട്ടിലെ മരുമോളാ. നീ പുറത്തുനിന്ന് വന്നതാ. 4 ദിവസം നിന്ന് തിരിച്ചു പോവാനുള്ളതാ. ഇത് നീ ഇപ്പൊ അവിടെ കൊണ്ട് കൊടുക്കുന്നത് കൊണ്ട് കൂടിപ്പോയാ നിനക്ക് ആ മാല കിട്ടുമെന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ കൊടുത്ത നല്ല പേര് കിട്ടും, ബഹുമാനം കിട്ടും. അമ്മ എന്നെ കൊച്ചാക്കാൻ നോക്കുന്നതും ഇല്ലാതാവും. എവിടെയുണ്ടെന്നറിയാത്ത, എപ്പോ വരുമെന്നറിയാത്ത ഏതോ മരുമകൾക്ക് കിട്ടുന്ന പ്രശംസയും കുറച്ച് കുറഞ്ഞു കിട്ടും. ഫൈനലായിട്ട് ആ മാലയും എനിക്ക് കിട്ടുമെന്ന് കൂട്ടിക്കോ. ഇത് ഞാൻ കൊടുത്തു കഴിഞ്ഞാ ഫാമിലി പാക്ക് പോലെ എനിക്കെല്ലാം ഒരുമിച്ച് കിട്ടും. അതുകൊണ്ട് എന്നെ കൂടുതൽ ചോദ്യം ചെയ്യാതെ മിണ്ടാതെ പൊക്കോ. ഇടയ്ക്ക് കേറി എനിക്ക് അത് കിട്ടിയെന്നെങ്ങാണം നീ പറഞ്ഞെന്ന് വെച്ചോ, നിനക്ക് ആ വീട്ടിൽ നിന്ന് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങേണ്ടി വരും. നിന്നെ പറഞ്ഞയക്കാൻ എനിക്ക് വെറും 5 മിനിറ്റ് മതി. അമ്മേ, മൂക്കുത്തി ഞാൻ കണ്ടുപിടിച്ചു. ലാവണ്യ, നിനക്ക് കിട്ടിയോ? എവിടെ കാണട്ടെ? ആ ചേച്ചി, ദേ നോക്കിക്കേ. എടുത്തോളൂ അമ്മേ.
മൂക്കുത്തി ഇന്ന് കിട്ടിയില്ലെങ്കിൽ അമ്മയ്ക്ക് അത് വളരെ സങ്കടമാവും. എങ്ങനെയെങ്കിലും അത് കിട്ടണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഭാഗ്യത്തിന് എനിക്ക് തന്നെ അത് കിട്ടി. എടുത്തോളൂ അമ്മേ, എടുത്തോളൂ. അമ്മ തന്ന വരപ്രസാദ മോളെ. കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതത്തില് അതൊരു തീരാ ദുഃഖമായി മാറിയനെ. മൂക്കുത്തി കണ്ടുപിടിച്ച് നീ നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനം രക്ഷിച്ചു മോളെ. വീട്ടിലെ മരുമോൾക്ക് എന്നെ കിട്ടിയല്ലോ, അതൊരു ഭാഗ്യ. അമ്മേ അണിഞ്ഞോളൂ. എന്നിൽ നിന്നത് നഷ്ടമായപ്പോ എന്റെ മരുമകളുടെ കയ്യിലൂടെ അമ്മ അതെന്നെ തിരികെ ഏൽപ്പിച്ചു. എല്ലാം എന്റെ അമ്മയുടെ അനുഗ്രഹം. നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്വർണമാല സമ്മാനമായി ഞാൻ എന്റെ മരുമകൾക്ക് നൽകുന്നു. അമ്മേ നിക്ക്, അമ്മേ നിക്ക്, അമ്മേ നിക്ക്. എന്തു പറ്റി ശ്രീകർ? മൂക്കുത്തി ഇല്ലേ അച്ഛാ, അത് അമ്മയ്ക്ക് കൊടുക്കേണ്ടവരല്ല കൊടുത്തത്. ഈ മാല കിട്ടാൻ അർഹതപ്പെട്ടവർക്കല്ല കിട്ടുന്നത്. ബോധമില്ലാതെ ഓരോന്ന് പറയുന്ന എന്തിനാടാ? കാര്യം എന്താന്ന് വെച്ചാ തെളിച്ച് പറയാളിയാ. മൂക്കുത്തി ഏട്ടത്തി അല്ല കണ്ടെത്തിയതമ്മേ. അവള് കൊണ്ടുവന്നിട്ട് അവക്ക് കിട്ടിയതല്ലെന്ന് പറയുന്നത് എന്താ? അത് ആവനിക്ക കിട്ടിയതച്ഛാ. ആളാവാൻ വേണ്ടിയും ഈ മാല കിട്ടാൻ വേണ്ടിയും ആവനിയുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തതാണ് ഇവര്. എന്റെ ഭാര്യയ്ക്ക് അതിന്റെ ആവശ്യമില്ല. നീ കള്ളം പറയാടാ. നീ ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ. സ്വന്തം ആളുകളെ കള്ളന്മാരാക്കരുത് കേട്ടാ. നീ പറഞ്ഞതിന് തെളിവ് വല്ലതും ഉണ്ടോ? വെറുതെ പറഞ്ഞതുകൊണ്ടായില്ല, അതിന് സാക്ഷികൾ വേണം. ഇത് കിട്ടിയത് ആർക്കാണെന്ന് അമ്മയെ തൊട്ട് സത്യം ചെയ്യാൻ പറയമ്മേ. ശ്രീകർ സർ, നീ നിക്ക അവനി. കളവ് പറഞ്ഞ അമ്മയെ തൊട്ട് സത്യം ചെയ്താൽ എന്തെല്ലാം അനർത്ഥങ്ങൾ സംഭവിക്കുമെന്ന് നിനക്കറിയാവുന്നതല്ലേ? നീ സത്യം പറയൂ, 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 പറയൂ. കിട്ടിയത് ആവണിക്കായിരുന്നു അമ്മേ. എനിക്ക് നേരത്തെ ഡൗട്ട് തോന്നിയതാ. അമ്മയുടെ കാര്യത്തിന് കളവ് പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? വീട്ടിലുള്ളവര് തന്നെ ഇങ്ങനെ ചെയ്താൽ എങ്ങനെയാ? സോറി അമ്മേ. കുടുംബത്തിന്റെ മാനം കാക്കുന്ന കാര്യമാണിത്. ഒരു സോറി കൊണ്ടത് തീരില്ല. ഇങ്ങോട്ട് വരൂ അവനി. ചെല്ല അവനി. ഈ മാല സ്വീകരിക്കുന്നതിനുള്ള അവകാശം
ലാവണ്യക്കല്ല മോളെ, അത് നിനക്ക് അർഹതപ്പെട്ടതാ. അതല്ലമ്മേ. മറുത്തൊന്നും പറയരുത്. വേണ്ടമ്മേ. എന്താ മോളെ? ഈ മാല അതെന്റെ കഴുത്തിലേക്ക് വന്ന അത് അലങ്കാരം, പക്ഷേ അത് അമ്മയുടെ കഴുത്തിലാണെങ്കിൽ അത് ആചാരം. ആ പരമശിവന്റെ കഴുത്തിലെ വാസുകിയെ പോലെ ഈ മാല അമ്മയുടെ കഴുത്തിലുണ്ടാവണം. അമ്മയുടെ അടുത്ത് അതുള്ളപ്പോ പെരുമയുണ്ട്, മഹത്വമുണ്ട്. ഈ മാല കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ ആ മുക്കുത്തിക്ക് വേണ്ടി തെരഞ്ഞത്. അമ്മ അനുഭവിക്കുന്ന വിഷമം കണ്ട് തെരഞ്ഞതാ. എന്തോ ഭാഗ്യമുള്ളതുകൊണ്ട് ആ മൂക്കുത്തി എനിക്ക് കിട്ടി. നിന്റെ മനസ്സ് വളരെ വലുതാണ് മോളെ. ഇങ്ങനെ ആലോചിക്കുന്ന ഒരു പെൺകുട്ടി വേണം നിങ്ങളുടെ മരുമകളായി വരാൻ. ഇങ്ങനത്തെ മനസ്സുള്ള പെൺകുട്ടിയാണെങ്കിൽ വേദവതി അമ്മയുടെ പെരുമ ഇനി ഒരു 10 ഇരട്ടി വർദ്ധിക്കും. ഈ ഹാരം അമ്മ അണിഞ്ഞോളൂ. സിസ്റ്ററിന് നന്നായിട്ട് പൊളിഞ്ഞതുപോലെ ഉണ്ട്. ഇതേ ഉൾഗ്രാമത്തിൽ എനിക്ക് സംഭവിച്ച അപമാനത്തിന്റെ ഒരു 10 ഇരട്ടി അവൾ അനുഭവിക്കും. എങ്ങനെ? നോക്കിക്കോ. ശ്രീകരേട്ടൻ എന്നെ സപ്പോർട്ട് ചെയ്തപ്പോ ലാവണ്യക്ക് ഞങ്ങളുടെ മേലുള്ള സംശയം ഇനിയും വർദ്ധിച്ചിട്ടുണ്ടാവും. ഞാനൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. ചേച്ചി, പറ മോളെ. അവിടെ എന്താ നടക്കുന്നത്? ഈ ഉത്സവം നടക്കുന്ന സമയത്ത് കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ മുഴുവൻ ഈ അമ്മയുടെ സമക്ഷത്തിൽ ഭർത്താവിന്റെ കൈകൊണ്ട് ഒരു വളയെടുത്ത് ഇടിയിപ്പിക്കും. അങ്ങനെ ചെയ്തു കഴിഞ്ഞ ഭർത്താവ് ഒരിക്കലും ഭാര്യയുടെ കൈ വിടില്ലെന്ന വിശ്വാസം. വളരെ വിചിത്രമാണല്ലോ ചേച്ചി. പുറത്തുള്ളവർക്ക് അങ്ങനെയൊക്കെ തോന്നാം, ഇത് ഞങ്ങളുടെ വിശ്വാസമാണ്. നീ എന്താ മോളെ ഇവിടെ നിൽക്കുന്നത്? നീ വളയിടിയിപ്പിക്കാൻ വേണ്ടി വന്നതാണോ? ആരെ കൊണ്ടാ ഇടിയിപ്പിക്കുക? ലാവണ്യ, കല്യാണം കഴിയാത്ത ഒരു പെൺകുട്ടിയോട് സംസാരിക്കേണ്ട കാര്യമാണോ ഇത്? പിന്നെ കല്യാണം കഴിഞ്ഞ പോലെ ഇങ്ങോട്ട് എന്തിനാ വന്നേ? സാധാരണയായിട്ട് കല്യാണം കഴിഞ്ഞവർക്കാ ഇങ്ങനത്തെ ആശയൊക്കെ മനസ്സിലുണ്ടാകാറുള്ളത്. പിന്നെ ഇവള് വന്നത് എന്തിനാണാവോ? ഇനി അഥവാ കല്യാണം കഴിഞ്ഞാണോ എന്തോ.
പൃഥ്വിരാജേ, ഫണ്ണാണ് അച്ഛാ, ഫണ്ണ്. അവളെ പറഞ്ഞത് മതി, ഇനി നിർത്തിക്കോ. നോക്കുമോളെ, ഇവിടെ വന്ന് വളയിടുന്നത് എന്തിനാണെന്ന് നിനക്കറിയാമായിരിക്കും. ഇങ്ങനെയൊക്കെ കാണും. എങ്കിൽ അവരോളം ദൗർഭാഗ്യമുള്ളവര് മറ്റാരും ഉണ്ടാവില്ല. ആ കുറവ് അവരുടെ ജീവിതകാലം കൂടെ കാണും. കണ്ടോ ശ്രീ, അടുത്ത വർഷത്തെ ഗ്രാമീണ ഉത്സവത്തിന് വന്ന് നീയും എന്റെ ചെറിയ മരുമകളുടെ കൈകളിൽ വളകൾ അണിയിച്ചു കൊടുക്കണം മോനെ. ആ കൈകൾ നീ ജീവിതത്തിൽ ഒരിക്കലും വിടാൻ പാടില്ല. അടുത്ത വർഷത്തെ ഗ്രാമീണ ഉത്സവത്തിന് വന്ന് നീയും എന്റെ ചെറിയ മരുമകളുടെ കൈകളിൽ വളകൾ അണിയിച്ചു കൊടുക്കണം മോനെ. വിഷമിച്ചിരിക്കുകയാണോന്ന് ഞാൻ ചോദിക്കുന്നില്ല. നീ എന്ത് പറഞ്ഞാലും നിന്റെ ഉള്ളു വേദനിക്കുന്നതേ എനിക്കത് മനസ്സിലാക്കാൻ പറ്റുമോ അവനെ? വിഷമിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല. എന്താന്ന് വെച്ചാ, നീ എന്നാണോ എന്റെ വീട്ടിൽ കാലെടുത്ത് വെച്ചത് അന്ന് തൊട്ട് നീ നിന്നെ ബാക്കിയുള്ളവരെ കഷ്ടപ്പെടുത്തുന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവനെ. പെണ്ണിന്റെ കഴുത്തിൽ ഒരാണിന്റെ താലി ചേരുന്നതോടെ കല്യാണം അഗ്നിയേക്കാൾ പവിത്രമായതാവുമെന്നാണ്. ആ കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ടെങ്കിലും നമ്മുടെ ഈ ബന്ധത്തിന് ഒരുപാട് തടസ്സങ്ങൾ വരുന്നത് കാണുമ്പോൾ അത്രയ്ക്ക് തന്നെ വിഷമമുണ്ട് എനിക്ക്. ഇവിടെ ഉത്സവമൊക്കെ വളരെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. അടുത്ത തവണ നീ എന്തായാലും വരണം. ആ ബോറിംഗ് സിറ്റി ലൈഫിൽ നിന്ന് നിനക്കൊരു ചേഞ്ച് ആവും ഇത്. ഒരു നിമിഷം നിൽക്ക്, നിനക്ക് ഞാൻ കാണിച്ചു തരാം. നോക്ക്, എല്ലാവരുടെയും മുന്നിലെ താലി മറച്ചു പിടിക്കേണ്ടി വരുന്നു. അത് ഭയം. പക്ഷെ അമ്മയുടെ മുന്നില് അത് മറച്ചു വെക്കേണ്ടി വരുന്നതാണ് വിഷമം. അതിനൊക്കെ ഇനി
എപ്പോഴും ഒരു പരിഹാരം ഉണ്ടാവുക? നമ്മുടെ കല്യാണത്തെ പറ്റി ലോകത്തിന് മാത്രമേ അറിയാത്തതുള്ളൂ. പക്ഷേ ദൈവം അറിഞ്ഞു നടത്തിയതല്ലേ നമ്മുടെ ഈ കല്യാണം. നിന്റെ സങ്കടം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുവാൻ എനിക്ക് കുറച്ച് സമയം വേണം അവനി. അതിന്റെയൊക്കെ ഇടയ്ക്കും നിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്താ കൊണ്ടുവന്നെന്ന് നോക്കിയേ. എങ്ങനെ ഇത് കൊണ്ടുവന്നേ? ഒരു ചെറിയ ടാസ്ക് എടുത്ത് ഒപ്പിച്ചു.